എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നല്ല ഈസി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉള്ളി സാമ്പാറിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു വലിയൊരു പിടി ഉള്ളി എടുത്ത് തിളച്ച വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. ആ വെള്ളം ഒഴിച്ച് കളഞ്ഞ് പച്ചവെള്ളം ഇട്ട് കൊടുത്തു. ഒരു 10 മിനിറ്റ് വ്യത്യാസത്തിൽ. അതുപോലെ തന്നെ നമുക്ക് അതിലേക്കുള്ള പുളി ആവശ്യത്തിനുള്ളത് എടുത്ത് തിളച്ച വെള്ളം ഒഴിച്ച് വയ്ക്കുക. ഇപ്പോൾ ചുടുവെള്ളത്തിൽ നിന്ന് എടുത്ത് മാറ്റി പച്ചവെള്ളത്തിലേക്ക് ഇട്ട ഉള്ളിനെ നന്നായി കൈകൊണ്ട് അങ്ങനെ തിരുമ്മി കഴുകിയാൽ തന്നെ കുറേ തൊലിയും ചെളിയും എല്ലാം പോയി കിട്ടും. ബാക്കിയുള്ളത് മാത്രം നമ്മളൊരു കത്തി ഉപയോഗിച്ച് പെട്ടെന്ന് വൃത്തിയാക്കി എടുക്കുക. അപ്പോൾ ഈ വെള്ളത്തിലിട്ട് വെച്ചുകൊണ്ട് തന്നെ വേഗം വൃത്തിയാക്കി കിട്ടും. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് ഉലുവ പൊട്ടിച്ചെടുക്കാം. അതുപോലെ തന്നെ കട്ടക്കായാണ് ഉപയോഗിക്കുന്നത്. എപ്പോഴും കറിക്ക് പൊടിക്കായത്തിനായിട്ടും ടേസ്റ്റ് കൂടുതൽ കട്ടക്കായാണ്. അപ്പോൾ കട്ടക്കായം ഒരു 2-3 ചെറിയ പീസുകളാക്കിയതിന് ശേഷം ഇത് ഡ്രൈ ആയിട്ട് വറുത്തെടുക്കുക. നമ്മൾ പരിപ്പ് വേവിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഇവിടെ നന്നായി തിളച്ചിട്ടുണ്ട്. കുതിർത്തി വെച്ചിരിക്കുന്ന പരിപ്പാണ്, തിളച്ച വെള്ളത്തിലേക്കാണ് ഇടുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമ്മുടെ പരിപ്പ് വെന്ത് കിട്ടും കേട്ടോ. അതുപോലെ ഇപ്പോൾ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കില്ല, അപ്പോൾ വേവാനായിട്ട് എളുപ്പം സാധിക്കും. വറുത്ത് വെച്ചിരിക്കുന്ന കട്ടക്കായും അതുപോലെ തന്നെ ഉലുവയും അതേപടി നമ്മൾ ഈ പരിപ്പിലേക്ക് ഇട്ട് കൊടുക്കുക. നല്ല ചുടുവെള്ളത്തിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് പ്രാവശ്യം തിളയ്ക്കുമ്പോഴേക്കും അത് അലിഞ്ഞു പൊക്കോളൂ കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതിലേക്ക് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇനി നമ്മൾ ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിൽ 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. നന്നായി പൊട്ടിച്ചെടുക്കുക. അതിലേക്ക് ഒരു 2-3 ഉണക്കമുളകും 2 കറിവേപ്പിലയും ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. എന്നിട്ട് അത് കോരി മാറ്റുക. നമ്മൾ എളുപ്പത്തിൽ ഉണ്ടാക്കാമെന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്. നമുക്ക് പാത്രം കഴുകാൻ ഈസിയാണ്. ഒരു കുക്കറും ഒരു ചട്ടിയും മാത്രം കഴുകിയാൽ മതി. അത് 2-3 വട്ടമൊന്നും കഴുകണ്ട. ഇതങ്ങ് വാരി വെച്ചതിന് ശേഷം നമ്മൾ കഴുകി ജസ്റ്റ് വലിയ ഉള്ളിയൊക്കെ ആണെങ്കിൽ നടുഭാഗം ഒന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ളത് ചട്ടിയിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി അതൊന്ന് നന്നായിട്ട് വാട്ടിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ അതിലേക്ക് ആവശ്യമുള്ള കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. അതിൻ്റെ ഒരു പച്ച സ്മെല്ല് പോയി കിട്ടാനും ഉള്ളിക്ക് നല്ലൊരു കളറ് കിട്ടാനും അതുപോലെ തന്നെ ഉപ്പ് ചേർത്തത് വേഗം വഴണ്ട് കിട്ടാനുമാണ്. ഇനി നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക. ഈ ഉള്ളിയൊക്കെ ഒന്ന് ചുരുങ്ങി വരണം. അപ്പോൾ ആ സമയത്ത് നമ്മുടെ പരിപ്പ് അവിടെ വെന്തുകൊണ്ടിരിക്കുകയാണ്. ഒരു കതിർപ്പ് കറിവേപ്പില അതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഇങ്ങനെ വാട്ടിയെടുക്കുമ്പോൾ തന്നെ ഒരു 1/4 ഭാഗം കുക്കായിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് കറി റെഡിയായി കിട്ടും. ഈ വാടുന്നതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് അതിലേക്കുള്ള പൊടികളങ്ങ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ടീസ്പൂൺ വെച്ച് ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. കാരണം ഉള്ളിക്ക് കുറച്ച് മധുരത്തിൻ്റെ ടേസ്റ്റാണല്ലോ. അതുപോലെ തന്നെ നമുക്ക് മല്ലിയും അത്ര തന്നെ ഇട്ട് കൊടുക്കാം. ഈ ഒരു സ്പൂൺ വെച്ചിട്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ മല്ലി. ഇനി നന്നായിട്ട് നമ്മളത് ഇളക്കി യോജിപ്പിക്കണം കേട്ടോ. ഈ സമയത്ത് പൊടികൾ ചേർക്കുമ്പോൾ എപ്പോഴും നമ്മൾ തീ കുറച്ചിട്ടാണല്ലോ വയ്ക്കുക. അതുപോലെ തന്നെ ചെയ്ത് കൊടുത്താൽ മതി. ഇനി തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി വല്ലാതെ അങ്ങോട്ട് വാടി വരുമൊന്നും വേണ്ട. അപ്പോഴേക്കും നമുക്ക് ആ പുളിവെള്ളം അങ്ങ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ചട്ടി നല്ല ചൂടായിരിക്കുകയാണ്. അതിലേക്ക് നമ്മൾ പുളിവെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ ആ ഒരു ചൂടിൽ തന്നെ തക്കാളിയും ഒക്കെ ഒന്ന് വാടിക്കിട്ടും. ജസ്റ്റ് ഒന്ന് അതൊന്ന് തിളച്ചാൽ മതി കേട്ടോ. അപ്പോൾ ആ പുളിയിൽ കിടന്നിട്ടും കൂടി കഷ്ണങ്ങൾ ഒന്ന് വേവണം. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു മധുരം ബാലൻസ് ചെയ്യാനായിട്ട് ഒരു ചെറിയ പീസ് ശർക്കര കൂടി നമുക്ക് അതിൽ ഇട്ട് കൊടുക്കാം. പരിപ്പ് മുഴുവൻ അങ്ങ് വെന്തുടഞ്ഞിട്ടില്ലെങ്കിലും ഒരു 1/4 ഭാഗം വെന്തിട്ടുണ്ട്. ബാക്കി നമുക്ക് ഉള്ളിയും തക്കാളിയും ഒക്കെ വേവണമല്ലോ. അപ്പോൾ അതിൻ്റെ കൂടെ കിടന്ന് പരിപ്പ് നന്നായിട്ട് അലിഞ്ഞ് ചേർന്നോളും. അതുപോലെ തന്നെ ഇതിലെ കായത്തിൻ്റെ കഷ്ണങ്ങളൊന്നും തന്നെ കാണാനില്ല. അതൊക്കെ അലിഞ്ഞു പോയിട്ടുണ്ട്. നമ്മൾ വാട്ടി വെച്ചിരിക്കുന്ന ഉള്ളിയും തക്കാളിയും അതുപോലെ തന്നെ പൊടികൾ ഒക്കെ ചേർത്തിട്ടുള്ള ചട്ടിയിലുള്ളത് നമ്മൾ പരിപ്പിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കുക. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. വെള്ളം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് തിളച്ച വെള്ളം ഈ സമയത്ത് ഒഴിച്ച് കൊടുക്കുക. എല്ലാം കൂടി നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യുക കേട്ടോ. ഇത് ഒന്ന് തിളച്ചതിന് ശേഷം അതിൻ്റെ ഉപ്പ്, മുളക്, പുളി കാര്യങ്ങളൊക്കെ നമുക്ക് ചെക്ക് ചെയ്തിട്ട് ആവശ്യമുള്ളത് എന്താ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഉപ്പ് അതിൽ കുറവായിട്ട് തോന്നി. കാരണം പരിപ്പ് ചേർത്ത് കൊടുത്തപ്പോൾ അതിൻ്റെ ഉപ്പ് കുറഞ്ഞു. അപ്പോൾ നമ്മൾ ഈ സമയത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കി ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ
അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ക്രമീകരിക്കാൻ വേണ്ടി ഒരു കഷ്ണം ശർക്കരയും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതൊന്ന് തിളച്ചതിന് ശേഷം നമുക്ക് ടേസ്റ്റ് നോക്കാം. കറക്റ്റ് ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ ഓൾറെഡി വറവിട്ടിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതായത് ഇതൊന്ന് തിളച്ചാൽ മതി, കാരണം അത് നേരത്തെ പുളിവെള്ളത്തിൽ കിടന്നൊന്ന് തിളച്ചിട്ടുണ്ടായിരുന്നു. ഇനി ആ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. ഒരു 2-3 മിനിറ്റ് ഇതിലൊന്ന് അടച്ചു വെച്ച് വേവിക്കുമ്പോഴേക്കും ഉള്ളിയായാലും തക്കാളി ആയാലും എല്ലാം നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ടാവും. ഇപ്പോൾ ടേസ്റ്റൊക്കെ കറക്റ്റാണ്. എല്ലാം പച്ചക്കറിയൊക്കെ വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഈ വറവെടുത്ത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇത് കൽച്ചട്ടിയിൽ വെക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് സമയം കഴിയുമ്പോൾ കറി കുറുകി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് കണക്കാക്കി കുറച്ചൊരു അയവോട് കൂടി വേണം നമ്മൾ കറിയുടെ ഫിനിഷിങ് സ്റ്റേജിൽ അവസാനിപ്പിക്കാനായിട്ട്. അപ്പോൾ അതാ നല്ല അടിപൊളി ഉള്ളി സാമ്പാർ. അപ്പോൾ നമ്മൾ വേറെ വർക്ക് അരയ്ക്ക് ഒന്നും വേണ്ട, പക്ഷേ ടേസ്റ്റിൽ യാതൊരു കുറവുമില്ല കേട്ടോ. പ്രത്യേകിച്ചും ഇഡ്ഡലിക്കും ദോശയ്ക്കും ഒക്കെ അടിപൊളിയാണ്. ചോറിനും സൂപ്പറാണ് കേട്ടോ. ഞാനത് പ്രത്യേകം ടിഫിന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞെന്ന് മാത്രം. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഈസി ആയിട്ടൊന്ന് തയ്യാറാക്കി വയ്ക്കുക. അടുത്ത വീഡിയോയുമായിട്ട് വേഗം വരാം. ബൈ ബൈ.